ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ 65 ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ അതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് അങ്ങനെയൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എന്തായാലും സംഭവം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടു കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിക്കൻ വളരെ കുറച്ച് ചിക്കനേ ഉള്ളൂ. അപ്പോൾ ഇത് 1 കിലോ ചിക്കൻ 500 ചിക്കനൊന്നുമില്ല, ഒരു 100 രൂപയുടെ ചിക്കൻ അത്രയേ ഉള്ളൂ. കാരണം അത്ര പീസേ ആവശ്യമുള്ളൂ. കാരണം ഞങ്ങൾ എല്ലാവരും ഒന്നും കഴിക്കില്ല, ഞങ്ങൾ രണ്ടാളും മാത്രമേ കഴിക്കൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കനേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കഴുകി നീറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് കഴുകി നീറ്റാക്കി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇനി ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ തൈര് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് തൈര് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു തൈര് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു തൈരാണ് മെയിനായിട്ടുള്ള നമ്മുടെ ചിക്കൻ 65 ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. അപ്പോൾ തൈരിന് പകരം യോഗട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ തൈര് നമ്മൾ തൈര് വാങ്ങിക്കുന്ന ടൈമിൽ അധികം പുളിപ്പില്ലാത്ത തൈരായിരിക്കും നല്ലത്. ചില തൈരിന് ഭയങ്കരമായിട്ട് പൊടിയായിരിക്കും. പിന്നെ കുറേ ദിവസം നമ്മൾ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന തൈരാണെങ്കിലും അതിന് പുളി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതായിട്ടുള്ള തൈര് അല്ലെങ്കിൽ പാക്കറ്റ് വാങ്ങിച്ചതായിട്ടുള്ള തൈര് ഒരു ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു തൈര് നന്നായിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് ഈ ഒരു 10 മിനിറ്റിന് ശേഷമാണ് നമ്മൾ മറ്റു മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു തൈരിൽ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, തൈര് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റിന് ശേഷം എടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ചിക്കനിലേക്ക് അടുത്ത മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ മാറ്റി വെച്ച ഈ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത മസാലകളൊക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഇനി എന്തൊക്കെ പൊടികളാണോ വേണ്ടത് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയാൻ അറിയില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്ര ടീസ്പൂൺ ഇത്ര ടേബിൾ സ്പൂൺ അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി ഗരം മസാലപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി ഏകദേശം 1 സ്പൂണോളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടിയും അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എരിവെള്ള മുളക് പൊടിയാണ്. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്, അതായത് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനത് കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പച്ചമുളക് ഒട്ടും ആഡ് ചെയ്യുന്നില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ആ ഒരു മസാല ഫുള്ളായിട്ട് ചെയ്ത് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തണം. പിന്നെ നമ്മൾ തൈര് കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ജസ്റ്റ് കുറച്ച് ജ്യൂസി ആയിപ്പോയി ഈ ഒരു മിക്സ്. അപ്പോൾ ഇതാ അതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ഒരിക്കലും ചെറുനാരങ്ങ നീരൊന്നും ചേർക്കാനൊന്നും പാടില്ല, കാരണം തൈരിൻ്റെ പുളിപ്പ് ഓൾറെഡി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നാരങ്ങ നീരോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇത് 20 മിനിറ്റിന് ശേഷം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ കോൺഫ്ലോർ നമ്മൾ ഈ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കോൺഫ്ലോർ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു കോൺഫ്ലോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് മസാല മിക്സ് ചെയ്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ ആ ഒരു മസാല പിരിഞ്ഞ് പോകും, അല്ലെങ്കിൽ അത് റെഡിക്കൊന്നും പിടിക്കില്ല ഈ ഒരു കോൺഫ്ലോർ ആദ്യമേ ഇട്ട് കൊടുത്താൽ. അപ്പോൾ ജസ്റ്റ് ആ ഒരു കോട്ടിംഗ് ഒക്കെ ഒന്ന് മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കോട്ടിങ് പെട്ടെന്ന് നമ്മൾ എണ്ണയിലിടുന്ന ടൈമിൽ നല്ല രീതിയിലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ നല്ലൊരു മസാല ആ ഒരു ചിക്കനിൽ തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കും ഈ ഒരു കോൺഫ്ലോർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് ആ ഒരു കോൺഫ്ലോർ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ഇട്ടെടുക്കുന്ന ടൈമിൽ ഉറപ്പായിട്ടും അത് എപ്പോഴാണോ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ട് മുൻപായിട്ട് മാത്രമേ ഈ ഒരു കോൺഫ്ലോർ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ അത് ഗ്യാസിലൊക്കെ ആക്കി കത്തിച്ചു. പിന്നെ നന്നായിട്ട് എണ്ണ ചൂടാകുന്ന ടൈമിൽ അതിൽ നമ്മൾ ഓരോരോ പീസായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ പെട്ടെന്ന് നമ്മൾ ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലായിരുന്നു തീ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ്റെ പീസ് അതിലേക്ക് ഇടുന്നത് വരെ നമ്മൾ ആ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചു, ഭയങ്കര ലോ ഫ്ലെയിം ആക്കിയില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ട് വെച്ചപ്പോൾ ഇതാ ഞാൻ പൊരിക്കുന്ന ടൈമിൽ ഇതേപോലെ കറിവേപ്പിൻ്റെ ഇല തൂവി കൊടുക്കാറുണ്ട്. അത് ജസ്റ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു നല്ലതാണ്, നല്ലൊരു ചിക്കനൊക്കെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ അതങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞ് വരുന്ന ടൈമിൽ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മളിത് ചിക്കൻ ഏകദേശം ഒന്ന് മുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ള എണ്ണ തന്നെ വേണം നമ്മൾ ഫ്രൈ പാനിലിട്ടൊന്നും ചെയ്താൽ റെഡി ആവില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നല്ല അത്യാവശ്യം നല്ല തിളച്ച എണ്ണ ഏകദേശം നല്ല ക്വാണ്ടിറ്റി തന്നെ വേണം. അതിലേക്ക് വേണം നമ്മൾ ഈ ഒരു ഈ ഒരു മസാല നിറച്ച് വെച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒന്ന് വെന്ത് കഴിയുന്ന ടൈമിൽ നമ്മൾ ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെളുത്ത് കിടക്കുന്നത് പോലെ ഉണ്ട് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ അത് തൈര് ആഡ് ചെയ്തതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു ഇതിൽ. നമ്മൾ കളറൊക്കെ ആഡ് ചെയ്താൽ നല്ല കളറിലൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ലേ, ഒരു ഷോക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹോട്ടലിലൊന്നും ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ആരോഗ്യമാണല്ലോ മുഖ്യം. അതുകൊണ്ട് തന്നെ ഞാനിതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചിലരുണ്ട് അങ്ങനെ കളറൊക്കെ ഇട്ടിട്ട് പൊരിക്കുന്നത്. പിന്നെ ഈ ഒരു ടേസ്റ്റിന് വലിയ രീതിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ കളറ് ചെറിയ രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് പൊരിച്ച് കഴിഞ്ഞാൽ ഏകദേശം റെഡി ആയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം പൊരിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഏകദേശം ഒരുവിധം എല്ലാം പൊരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചധികം സമയം തന്നെ ഇതൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വേണം. പിന്നെ കോൺഫ്ലവർ കൂടി ഇട്ടുണ്ട്. ചെറിയ രീതിയിൽ മേലൊന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എങ്കിലും ഉള്ളിലുള്ളത് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേവിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒരു ട്രിപ്പ് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊരിഞ്ഞ് വരുന്ന ടൈമിൽ ഇതാ വീണ്ടും മറിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ മുൻപ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിച്ചത്. പിന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് അതേപോലെ തന്നെ കോപ്പി അടിച്ചിട്ട് ചെയ്യാറില്ല. കാരണം നമുക്ക് ഓരോരുത്തരുടെ വീട്ടിലും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും. അതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ അവരുടെ ടേസ്റ്റൊക്കെ എങ്ങനെയാണോ അതൊക്കെ നോക്കിയിട്ടാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ മോനൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ മുളക് പൊടിയൊക്കെ നല്ല രീതിയിൽ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചിലവർക്ക് എരിവൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ നമുക്ക് എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ വെളുത്തുള്ളിയുടെ അളവ് കൂടുതലായിരിക്കും. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വെളുത്തുള്ളിയുടെ അളവാണ് കൂടുതൽ എടുക്കാറ്. കാരണം ആ ഒരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചിക്കൻ 65ൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വെച്ച ടൈമിൽ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് എന്തൊക്കെയോ ഇതൊക്കെ തോന്നിയത്. കാരണം ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. കുക്കിംഗ് വീഡിയോസ് എനിക്കറിയില്ല എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റേതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. നമ്മൾ എത്ര യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടാക്കിയാലും നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇന്നയാളെ റെസിപ്പി അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും എൻ്റെ ഒരു രീതിക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് എൻ്റെ രീതി മാത്രമാണിത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഈശ്വര ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഇതിൽ നോക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.